ഈ മഹലിൽ പെട്ടത്. അങ്ങനെ ഇതിൽ ഒരു 38 മക്കത്തോളം മദ്രസ പഠിച്ചുകൊണ്ടുള്ളവർ. ഇതൊക്കെ ഞങ്ങളെ ബഹുമാനപ്പെട്ട മൽജയുടെ ജലാൽ തങ്ങ ഭാരി ഒരു ഹെൽപ്പാക്കി തന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹൗല് കിട്ടണക്കും അതേപോലെ മദ്രസക്ക് വേണ്ടിയിട്ടുള്ള ഭാരി ഒരു ഉപകാരമെല്ലാം ആക്കി തന്നിട്ട്. അതേപോലെ ഈ രായത്തെങ്ങും തങ്ങ ഭാരി ഒരു ഉപകാരം ആക്കിക്കൊണ്ടുണ്ട്. ബംഗാറും അതേപോലെ അരി ഏത് വിഷയത്തിൽ തങ്ങളിട്ട് പോയിട്ട് എന്തെങ്കിലും ഞങ്ങൾ കഷ്ടസുഖ ചെന്നിട്ടെങ്കിൽ ആ മൽജയുടെ കണക്കിൽ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭാരി ഒരു ഹെൽപ്പ്. അതേപോലെ ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങൾ വിളിച്ചിട്ടെങ്കിൽ ആ സമയത്തിൽ ഞങ്ങൾക്ക് ഒരു വന്നിട്ട് ഞങ്ങൾ നിർദ്ദേശം തന്നിട്ടു ഞങ്ങൾക്ക് ഭാരി ഒരു ഉപകാരം ആക്കിക്കൊണ്ടുണ്ട്. ഈ പ്രദേശത്തുകാർ നിസ്കരിക്കുവാൻ വേണ്ടി ഒരു ധാനി നിർമ്മിച്ച ഈ പള്ളിയിൽ ഉളൂ ചെയ്യുവാൻ സൗകര്യമില്ലായിരുന്നു. അതിനുവേണ്ടി 13,000-ഓളം രൂപ മൽജയിന്റെ പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. ഇതുപോലെ എത്രയോ മദ്രസകളുണ്ട്, പറഞ്ഞാലൊടുങ്ങില്ല. ഇല്ലായ്മയുടെ പേരിൽ ധാർമ്മിക ബോധനം നിഷേധിക്കപ്പെടുകയാണോ? ഇവരെ സഹായിക്കേണ്ട കടമ നമുക്കില്ലേ? اقرأ باسم ربك الذي خلق خلق الإنسان من علق എന്ന ഖുർആനിലെ ആദി സൂക്തം, അതെ വായിക്കുക നിന്നെ പടച്ച നാഥന്റെ നാമധേയം കൊണ്ട്. ഖുർആൻ ഇറങ്ങിയത് തന്നെ വായനയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടല്ലേ? ഇനിയെങ്കിലും നാം ഉണർത്തു പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരല്ലേ? വീടെന്നാൽ മനുഷ്യന്റെ ആശ്രയ കേന്ദ്രമാണ്. മനുഷ്യനായാൽ പകലന്തി അധ്വാനിച്ചു വീട്ടിലെത്തുമ്പോൾ ഒരു കൂര അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി തൻ്റെ സ്വത്തിൻ്റെ നല്ല ഒരു ഓഹരി മനുഷ്യൻ വീട് നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നു. സമ്പന്നരാണെങ്കിൽ കൊട്ടാര സാദൃശ്യമായി വീടുണ്ടാക്കുന്നു. അത് പ്രകൃതി നിയമമാണ്. സാമാന്യമായി പക്ഷിപ്പറവകൾ കൂടുണ്ടാക്കി തൻ്റെ ഇണയോടും കുഞ്ഞുങ്ങളോടും ഉല്ലസിക്കുന്നത് കാണുമ്പോൾ മനുഷ്യന് എത്രത്തോളം ആവശ്യമാണ് വീടെന്നത് നമുക്ക് മനസ്സിലാക്കാം. ബെൽത്തങ്ങാടി താലൂക്കിൽ പലരും വീടില്ലാതെ, ശൗചഗൃഹമില്ലാതെ ചെറ്റക്കുടിലുകളിൽ തിങ്ങിപ്പാർക്കേണ്ട ഗതികേടിലാണ്. ഇത് കാണുമ്പോൾ ഉരുകാത്ത മനസ്സുകളുണ്ടാവുമോ? ഉജിരടെ 5 കിലോമീറ്റർ ഉൾഗത്തരായ മലബെട്ടുಂಟು. ഇത് മലബെട്ടു ജമാഅത്ത്. ഇവിടെ 55 അവ ഉണ്ട് മലബെട്ടു ജമാഅത്തിൽ. അതിലൊരു 25 അവ ಪಾವತ್ತೆಂಗಲ್ದು. അപ്പം ഞങ്ങൾ മൽജത്തെ തങ്ങ പാവത്തെങ്ങ ഉപനായിട്ട് മസ്ത് സഹായം എല്ലാം ആക്കിയിട്ടുണ്ടു. അങ്ങനെ ഉടനെ ഞങ്ങൾ മൽജത്തെ കമ്മിറ്റി ആക്കിയിട്ട് അതിനെ മുഖാന്തര തങ്ങളിട്ട് പോയിട്ട് ചൊന്നപ്പം ഞങ്ങളെ ರಾಯತ್ತಿಗೆ ಎಲ್ಲ ಪಕ್ಕದ 25 ಪಾವತ್ತೆಂಗಲ್ ಔತುಗು ತಿಂಗಳಿಗೆ ಅರಿ ಕೊಡುಕಡಿ ഒരു ಕಾರ್ಯಕ್ರಮ ಎಲ್ಲ ಆಕಿ ತಂತು. ಅದೆಲ್ಲಂಟು ഞങ്ങളെ ರಾಯത്ത് ಮಂಗಿಲ್ತಿಗೆ ഒരു 4-5 ഔത്തുകു പൈസ കൊടുത്തുರು. ഒരു ഔത്തു 10,000, പിന്നെ ഒരു ഔത്തു 10,000, പിന്നെ ഒരു ಬಂಗಾರು ಪಾವತ್ತೆಂಗು ಅರಿ പിന്നെ എന്തൊരു സഹായം എന്തെങ്കിലും ഞങ്ങൾക്ക് ആക്കിയിട്ടുണ്ടു. ഇന്നും സുമാರು ಯೋಜನೆಗಳು ഞങ്ങളെ ರಾಯത്തെ ಪಾವತ್ತೆಂಗಾയിട്ട് മൽജത്ത് തങ്ങളിട്ട് ഞങ്ങൾ പൽക്കറിഞ്ഞപ്പോൾ ಅದಕ್ಕೆ ಬೇನಾയ ವ್ಯವಸ್ಥೆ ಆಕಡೆಂಟ ಅಯ್ಯಲ್ಲಿ ಭರವಸೆ ತಂದರು. ಅದಕ್ಕೆ ಅಲ್ಲಾವು ಅಯ್ಯಲಿಗೆ ಎತ್ತುವಟ್ಟಟ್ಟು ഞങ്ങൾക്കും അയ്യಲಿ സഹായത്തിക്ക് ಹೊಂದಾಣಿಕೆ ಹಾಕೋಡೆ പോലത്തൊരു ഇത് പടച്ചോൻ തരട്ടിട്ട് ഞാൻ കേട്ടോല്ലേ പഠിച്ചോണ്ടിട്ടു. ഇതാണ് പണജാൽ ഫൈസൻസ് കോളനി. ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ അധിവസിക്കുന്നു. 50 വയസ്സുള്ള രോഗിയായ ഉമ്മയോടൊപ്പം 26 വയസ്സുള്ള സുഹ്റ എന്ന യുവതി സഹിക്കുന്ന യാതനകൾക്ക് അതിരില്ല. നിത്യജീവിതത്തിന് ബീഡി ചുരുട്ടുന്ന ഈ യുവതിക്ക് തുണയായി എത്തിയ ഭർത്താവ് 3 മാസത്തിനുള്ളിൽ തന്നെ നാടുവിട്ടു. ഈ ദുരിതാവസ്ഥ കണ്ടറിഞ്ഞ മൽജയിന്റെ പ്രവർത്തന ഫലമായി ഈ വീട്ടിന് വാതിലും മറ്റും ലഭിക്കുകയുണ്ടായി. മൽജയിന്റെ പ്രവർത്തകർ കഠിനാധ്വാനത്തിലൂടെ സാമഗ്രികൾ തോളിലേറ്റി എത്തിച്ചുവെങ്കിൽ ഈ നിസ്വാർത്ഥ സേവകർക്ക് കരുത്തേകേണ്ട ബാധ്യത
നമുക്കില്ലേ? പള്ളിത്തടുക്ക മായ എന്ന ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ഈ വ്യക്തിക്ക് കണ്ണിന് കാഴ്ചയില്ല. 3 മക്കളുള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവർക്കാകെ തുണ. ബീഡി ചുരുട്ടി ജീവിതം നയിക്കുന്ന ഇവർക്ക് മഴ വന്നാൽ വെള്ളം വീട്ടിൽ കുത്തിക്കയറുന്ന അവസ്ഥയായിരുന്നു. ഈ ദുരിതാവസ്ഥ കണ്ട ഇപ്പോൾ മൽജയിന്റെ പ്രവർത്തകർ ചേർന്നു വീടിന് മാടുണ്ടാക്കി കൊടുത്ത് തന്നാലാവുന്ന സഹായത്തോടൊപ്പം മാസാമാസം അരിയും നൽകിപ്പോകുന്നു. നക്ക് മുന്നോലെ ഒരു കണ്ണ് കണ്ടുവന്നില്ലേ, ഇപ്പം ജണ്ടു കാണില്ലേ, 3-3.5 വർഷത്തിൽ കാണട്ടെ. അങ്ങനെ മാസത്തിൽ വരെ കഷ്ടം 3 മക്ക പഠിച്ചുകൊണ്ടുണ്ടു. 2 മക്ക എത്തിമാണുണ്ടു. ഒരു കിലോ ഒരു സാരി വേണ്ടില്ല 3. അങ്ങനെ തേക്കോ കൂടെ ഇന്നല്ലേ തങ്ങലിട്ട് പോയിട്ട് ചൊന്നാണ്. രാവാളം തങ്ങലാണ് ചൊന്നു തങ്ങ ആൾ കടത്തിത്തൊരു നോക്കിയിട്ട് പിന്നെ ഒരു അത് ಫಾರೆಸ್ಟ್ ಜಾಗ ಅವ ಈ ಕಡೆ ಹಂಗೆ ನಾಳೆ ಊದಿಟ್ಟಾರಂಗ ಉಪ್ಪದಲ್ಲಿ ಚುಂತದಂಗ പിന്നെ മാടൊന്നു തങ്ങ റിപ്പയർ ആക്കി തന്നക്ക് ഭാരി ഹെൽപ്പ് ആക്കി തങ്ങ. അങ്ങനെ ഇപ്പൊ ചോറ് ഇത് ഇല്ല. ആരെയും തിങ്ങൾ കാഞ്ചി കടത്തിക്കൊണ്ടുണ്ട്. അത് ഞങ്ങളുടെ ഫോണിന്റെ അങ്ങാറില്ല, ഞങ്ങളുടെ കൂടെ ഔത്തിക കടത്തിക്കൊണ്ടുണ്ട്. ഔത്തിക കൊണ്ട് തന്നിട്ടുണ്ട്. മജീദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ നാമം. ഈ കാണുന്ന ഗ്രാമമാണ് നെടുകൽ. നാട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടു. ജോലിയെടുത്ത് ജീവിക്കുവാൻ സാധിക്കാത്ത ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ശരിക്കുള്ള ഒരു കൂരയില്ലായിരുന്ന ഇദ്ദേഹത്തിന്റെ പൊളിഞ്ഞു വീരാറായിരുന്ന വീട് ഇദ്ദേഹം പുനർനിർമ്മിക്കുമ്പോൾ മൽജയിന്റെ പ്രവർത്തകർ തന്നാലാവുന്ന സഹായം ചെയ്തത് ചാരിതാർത്ഥ്യമാണ്. ഞാനൊരു അംഗവികലനായിട്ടുള്ള ആള് ആയതുകൊണ്ട് ഇവിടെ മൽജത്തെ ഇതിൽ സുമാರು ಪ್ರೋಗ್ರಾಮ್ ಏನೆಲ್ಲ ಹಾಕೊಂಡು ಪಾತಂಗೆ ಕುಡುಕರು ಬಲ್ತ ವಿಷಯ ಎಲ್ಲ ಇನ್ನೂ ಗುಂತಾಯಿಟ್ಟು ಆ ಜಮಾತ್ ರಂಡರ್ ನಕ್ಕು ಇದಾಗಿಟ್ಟು ಲೀಸ್ಟ್ ಆಗಿಟ್ಟು ಅಂಬತ್ತು. ಆದರೆ ಇನ್ಕ್ವೈರಿ ಬಂದಿಟ್ಟು ഇവിടെ നക്ക് തിങ്കൾ അരി തൻ്റെ പോലത്തെ റിലീഫ് കാർഡ് ചൊല്ലിയവർ ഇത് നക്ക് എത്തുപറ്റിയാറ്. ആ കാർഡിൽ ഞാനിപ്പോൾ തിങ്കൾ അരിയെല്ലാം എടുത്തുകൊണ്ട് പോകണ്ടേ. പിന്നെ ജീവിക്കുമല്ല ഭാരി കഷ്ടത്തിലിന്നാൾ ഈ അരി കൊണ്ടെല്ലാം തെല്ല് തൻ്റെ തങ്ങളെ ആശീർവാദം എപ്പോഴും ഉണ്ട്. അതിൽ പിന്നെ നക്ക് അവ എന്തു സ്വന്തമായിട്ടില്ല എന്ന് ഞാൻ ബാടിഗിര ആവത്തില്ല. നക്ക് 2 പെണ്ണ് മക്കളുണ്ട് ചെറിയത്. അങ്ങനെ തങ്ങളിട്ട് വന്നിട്ട് മൽജത്തെ ഇതിൽ ഞാൻ ചെന്നിട്ടാകുമ്പത്തു തങ്ങളെല്ലാം ഒരു അർജിയെല്ലാം കൊടുത്തിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ ഇവിടെ ജിക്കർ ഇതാകുമ്പത്ത് നക്ക് അവത്തെ ಬಗ್ಗೆ നക്ക് ഒരു സീറ്റ് മാടെല്ലാം ഇവിടെ സഹായിച്ചിരാറ്. ഇദ്ദേഹത്തിന് ഒരു കൈയില്ല. ഇദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. ഇദ്ദേഹത്തിന് വീട്ടിൽ ശൗചഗൃഹമില്ലായിരുന്നു. വളരെ മനപ്രയാസം അനുഭവിച്ചിരുന്ന ഇയാൾ ശൗചഗൃഹം ഉണ്ടാക്കുമ്പോൾ മൽജയിന്റെ പ്രവർത്തകർ തന്നാലാവുന്ന സഹായം ചെയ്തു കൊടുക്കുകയുണ്ടായി. ಮಲ್ಜತ್ ನಾನು ಅರಿಯೆಲ್ಲ ಕೊಡ್ಕೊಂಡು ಬಿಸಿ ನಾನು ಚೆಲ್ಲದು ಕೆಟ್ಟ ಎಲ್ಲರೂ ಕೊಡ್ಕೊಂಡು അങ്ങനെ ನಾನು പോയിട്ട് ഈ ബിസ എല്ലാം ചെന്നിട്ടാകുമ്പത്തു തങ്ങ ನಾನು ಬೇಜಾರಾಗಿತ್ತು. അപ്പോൾ ആൾ കടത്തിತ್ತು ഇവിടെ ആൾ കടത്തി നോക്കിയിട്ട് 3-4 നാളാകുമ്പോൾ നക്ക് കാർഡ് നക്ക് പാസ്സാಗಿತ್ತು. അങ്ങനെ അരി കിട്ടിയോണ്ടുണ്ട് തിങ്കൾ അതിൽ നെക്സ്റ്റ് ഞാനൊരു കക്കൂസില്ല ಅಂತ അങ്ങനെ അതിൽ ಬಿಟ್ಟು ഇങ്ങനെ ചെന്നിട്ടാകുമ്പോൾ അതിൽ ನಾನು ആൾ കടത്തിര അങ്ങനെ ಬಂದಿಟ್ಟೆಲ್ಲ നോക്കിയിട്ട് അങ്ങനെ പിന്നെ നക്ക് കക്കൂസിലേത് പാസ്സാക്കിയാറ്. ഉജിറെ ഹളപ്പേട്ടയിൽ അബ്ബാസ് ഹാജറ ദമ്പതികൾ അനാരോഗ്യ പീഡിതരായ ഇവർക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ല. വാടക വീട്ടിൽ ജീവിതം നയിക്കുന്ന ഇവർക്ക് 10,000 രൂപ ധനസഹായത്തോടൊപ്പം അരിയും മറ്റും നൽകിപ്പോരുന്നു. ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ. വളരെ പരിമിതമായ ഈ കാഴ്ച വിസ്മയങ്ങൾ കണ്ട് തരിക്കാൻ വരട്ടെ. ഇതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും അധിവസിക്കുന്നവർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? ചിന്തിക്കുക. ആരോഗ്യമാണ് സൗഭാഗ്യം. ആരോഗ്യമില്ലാതെ
ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആരോഗ്യമെന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യങ്ങളിലൊന്നാണ് എന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. ആരോഗ്യമില്ലാത്തവരുടെ യാതനകൾ, ചില സംഭവങ്ങൾ നമുക്ക് കാണാം. ഈ വീട്ടിൽ പാത്തുഞ്ഞി എന്ന സ്ത്രീ വളരെ വേദനാജനകമായ ജീവിതം നയിക്കുകയാണ്. വയസ്സുള്ള അവരുടെ ഒരേ ഒരു മകളാണ് 21 വയസ്സുള്ള ഹാജറ. അവരുടെ കല്യാണം കഴിഞ്ഞു. എന്നാൽ ഗർഭിണിയായി 8-ാം മാസത്തിൽ വീണു പരിക്കേറ്റ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ നടുവിന് താഴെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ടതോടൊപ്പം കുഞ്ഞും നഷ്ടപ്പെട്ടതിൽ ആ പെൺകുട്ടി ആകെ തളർന്നു. ബുദ്ധിസ്ഥിരതയും നഷ്ടപ്പെട്ടു. സഹിക്കുവാൻ ത്രാണില്ലാതെ അവരുടെ ഭർത്താവ് നാടുവിട്ടു. ആൺ തുണയില്ലാത്ത വീട്ടിൽ ജോലി പോലും ചെയ്യുവാൻ സാധിക്കാത്ത പാവം വൃദ്ധയ്ക്ക് തൻ്റെ അംഗവൈകല്യമുള്ള ബുദ്ധിസ്ഥിരതയില്ലാത്ത മകളെ ശുശ്രൂഷ ചെയ്യേണ്ട ഗതികേട് ഓർക്കുമ്പോൾ കരളുള്ളവർ തളരാതിരിക്കുമോ? ആകെ താറുമാറായ അവരുടെ വീടും പരിസരവും കണ്ട് കരയാത്ത നയനങ്ങളുണ്ടാകുമോ? ഇതെല്ലാം മൽജൈൻ്റെ പ്രവർത്തകരിൽ നിന്നും കേട്ടറിഞ്ഞ തങ്ങൾ നേരിൽ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ സകല ചിലവുകളും വഹിക്കുകയുണ്ടായി. മാത്രമല്ല, അവരുടെ ആകെ തകർന്ന വീട് നിർമ്മാണത്തിൽ മൽജൈൻ്റെ പ്രവർത്തകർ കഠിനാധ്വാനം തന്നെ ചെയ്തു. കക്കൂസിന്റെ സ്വരം ഒന്നാണുണ്ട്, കക്കൂസില്ല, കുളിക്കുടുതുമില്ല, ഏതുമില്ല. അങ്ങനെ ആകുമ്പത്തു ಎಲ್ಲ നോക്കിയിട്ടതിരെಲ್ಲ അവിടെ പോലെ തങ്ങ ചൊന്നൂರು ಹಾಕೊಂಡು ಎಲ್ಲ ಆ ಕಡೆ ವ್ಯವಸ್ಥೆ ಹಾಕಿರಿ. പിന്നെ മോലെ ഒന്ന് ആസ്പത്രിയെ കൊണ്ടിട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് അതിൽ എന്തിനെ നോക്കിയിട്ട് തങ്ങ ചൊന്നൂರು. അങ്ങനെ കുട്ടി കൊണ്ടേ അവസ്ഥ തങ്ങ ആക്കിട്. തങ്ങളുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഒരു ആതുര ശുശ്രൂഷാലയം കൂടി ഇവിടെ ആവശ്യമാണെന്നാണ്. ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ. എന്താണ് നിങ്ങൾ കാണുന്നത്? ഇതൊരു മെഡിക്കൽ ഷോപ്പ് ആണെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല. ഇതാ ഈ കാണുന്നില്ലേ, ഈ വ്യക്തിയുടെ മരുന്നുകളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഏകദേശം കൊല്ലത്തോളമായി ഇതേ കിടപ്പിലാണ് ഇദ്ദേഹം. 2 കുട്ടികളുള്ള ഇദ്ദേഹത്തിന് സമ്പൂർണ്ണ ചികിത്സക്കായി മൽജ് ചിന്തിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേര് അബൂബക്കർ എന്നാണ്. ഉജിരെ കക്കേന എന്ന നാട്ടിൽ താമസിക്കുന്ന 55 വയസ്സുള്ള ഇദ്ദേഹം 2 കൊല്ലത്തോളമായി കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുവാനാകാതെ വെന്തുരുകയാണ്. വിവാഹിതനായ ഇദ്ദേഹത്തിന് വയസ്സ് തികഞ്ഞ 2 പെൺമക്കളുണ്ട്. ഐസ് ക്യാൻഡ് വിറ്റ് ജീവിതം നയിക്കുകയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ബീഡി തെരുത്തുണ്ടാക്കുന്നതാണ് ജീവിതോപായത്തിന് ഏകമാർഗം. ഈ വീടിൻ്റെ മാട് സമ്പൂർണമായി മൽജൈൻ്റെ ധനസഹായത്തോടെ നിർമ്മിച്ചു കൊടുത്തതിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യരാണ്. ആന ദുരന്തത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ ശ്രദ്ധിക്കൂ. ഇവരുടെ സ്ഥിതി കരുണാജനകമാണ്. നെഞ്ഞിന് കീഴെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ 13 വർഷത്തോളമായി ഇവർ കിടപ്പിലാണ്. ഭാര്യയാണ് ഏക ആശ്രയം. തോട്ടത്തിലെ കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം ഒരു നാൾ കുഞ്ഞുമായി ജീപ്പിൽ സഞ്ചരിക്കുമ്പോൾ മതമിളകിയ ആന ജീപ്പോടെ വലിച്ചെറുകയായിരുന്നു. ആനക്കൊമ്പ് തെറിച്ച് മുതുകെല്ല് തകർന്ന ഇദ്ദേഹത്തിന് ഉത്തമ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമാവുമോ എന്ന ചിന്തയിലാണ് മൽജൈൻ്റെ സാരഥികൾ. ಈ ಸ್ಥಿತಿಯಲ್ಲಿ ನಾನು ನಿಂತ್ಕೊಂಡು ಮಲ್ಜೆ ತಂಗವು ನಾನು ಒಂದು ಅರ್ಜಿ ಕೊಡ್ತೆ. ಆ ಅರ್ಜಿ ಅಲ್ಲಿ ಕಂಡು